ഭൗമദിനം ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22. ആദ്യമായി ഭൗമദിനം ആചരിച്ചത് ഏത് രാജ്യത്താണ്? അമേരിക്കൻ ഐക്യനാടുകളിൽ. ആദ്യമായി ഭൗമദിനം ആചരിച്ചത് എന്നാണ്? 1970 ഏപ്രിൽ 22. UN രാജ്യാന്തര ഭൗമവർഷമായി ആചരിച്ചത് എന്ന്? 2008. 1969 നടന്ന യുനെസ്കോ സമ്മേളനത്തിൽ ഭൗമദിനാചരണം എന്ന ആശയം ഉന്നയിച്ചത് ആര്? ജോൺ മക്കോണൽ. ഭൗമദിനാചരണത്തിന് തുടക്കം കുറിച്ചവർ? ഡെന്നിസ് ഹെയ്ഡ്, ഗെയ്ലോർഡ് നെൽസൺ. 1992 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടന്ന ഭൗമ ഉച്ചകോടിക്ക് വേദിയായത് ഏത് നഗരം ആയിരുന്നു? റിയോ ഡി ജനീറോ. 2024 ഏപ്രിൽ 22 എത്രാമത്തെ ഭൗമദിനമാണ് ആചരിക്കുന്നത്? 54ാമത് ഭൗമദിനം. 2024 ഭൗമദിന സന്ദേശം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. 2022 ഭൗമദിന സന്ദേശം എന്താണ്? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്, അഥവാ നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. 2021 ഭൗമദിന സന്ദേശം എന്താണ്? റീസ്റ്റോർ അവർ എർത്ത്. ലോകവ്യാപകമായി ഭൗമദിനാചരണം ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? 1990 ഏപ്രിൽ 22 മുതൽ. കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം? ന്യൂസിലാൻഡ്. ഭൂമിയുടെ പലായന പ്രവേഗം? സെക്കൻഡിൽ 11.2 കിലോമീറ്റർ. ഭൂമിയുടെ സൂര്യനു ചുറ്റുമുള്ള പരിക്രമണ ദിശ? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? ഭൂമി. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? സൂര്യൻ. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം? എവറസ്റ്റ് കൊടുമുടി. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം? മരിയാന ട്രെഞ്ച്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? അലൂമിനിയം. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ടോളമി. ഭൂമിയിലെ വേലിയേറ്റത്തിന് പ്രധാനമായും കാരണമാകുന്നത്? ചന്ദ്രൻ. ഭൂമിയുടെ പ്രതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏത്? ഭൂവൽക്കം. ഭൗമോപരിതലത്തിലെ ശരാശരി താപനില എത്ര? 14 ഡിഗ്രി സെൽഷ്യസ്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അൾട്രാവയലറ്റ് രശ്മികൾ തടഞ്ഞു നിർത്തുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഹരിതഗൃഹവാതകങ്ങൾ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏത്? സിലിക്കൺ. ഭൂമി ഉരുണ്ടതാണെന്ന് കപ്പൽ യാത്രയിലൂടെ തെളിയിച്ച നാവികൻ ആര്?
മഗല്ലൻ. ആഗോളതാപനത്തിനു കാരണമാകുന്ന പ്രധാന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. മരുഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്? അന്റാർട്ടിക്ക. ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം ആയി അറിയപ്പെടുന്നത്? അറ്റക്കാമ, തെക്കേ അമേരിക്ക. ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സ് ഏത്? സൂര്യൻ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? സൂര്യൻ. താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഏത്? മിസോസ്ഫിയർ. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ എത്ര ശതമാനമാണ് സഹാറ മരുഭൂമി? 28%. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? പ്രോക്സിമ സെഞ്ചുറി. ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നത്? കലഹാരി മരുഭൂമി, ആഫ്രിക്ക. ഭൗമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏത്? കാർമൻ രേഖ. ഹരിതഗൃഹവാതകങ്ങൾ ചൂടിനെ തടഞ്ഞു നിർത്തുകയും തൽഫലമായി ഭൂമിയുടെ ചൂട് കൂടുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? ആഗോളതാപനം. ഭൗമദിനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗെയ്ലോഡ് നെൽസൺ. പ്ലാസ്റ്റിക് വിഘടിപ്പിക്കാൻ എത്ര വർഷമെടുക്കും? 1000 വർഷങ്ങൾ. എല്ലാ വർഷവും ഭൗമദിനം ആചരിക്കാൻ ഏറ്റവും ഉചിതമായ കാരണം ഏതാണ്? പരിസ്ഥിതി സംരക്ഷണത്തെ പിന്തുണയ്ക്കുന്നതിന്.